ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസിലേക്കാണ് ബ്രസീലും പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിയും ഇപ്പോൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, മാർച്ച് മാസത്തിൽ ഫ്രാൻസ്, ക്രൊയേഷ്യ എന്നിവർക്കെതിരെ ബ്രസീലിന് സൗഹൃദ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു. അതിനുശേഷം ജൂണിലാണ് വേൾഡ് കപ്പ് നടക്കുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ബ്രസീലിയൻ ദേശീയ ടീം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം CBF ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു. അതായത് വരുന്ന വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ സൗകര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. ആ സ്റ്റേറ്റ്മെന്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: മോറിസ് ടൗണിലുള്ള മോഡേൺ കൊളംബിയ ട്രെയിനിങ് സെന്ററിലാണ് ബ്രസീൽ ട്രെയിനിങ് നടത്തുക. ബ്രസീലിന്റെ ഹോട്ടൽ വരുന്നത് ന്യൂജേഴ്സിയിലാണ്. അവിടുത്തെ ദി റിഡ്ജ് ഹോട്ടലിലാണ് ബ്രസീൽ താമസിക്കുക. ഹൈ ലെവൽ സൗകര്യങ്ങളാണ് അവിടെയുള്ളത്. നല്ല പ്രൈവസി അവിടെയുണ്ട്. വളരെയധികം കംഫർട്ടബിൾ ആണ്. വേൾഡ് കപ്പിന് മുന്നേ ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതാണ് CBF ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളത്. ഇനി അതിനോട് കാർലോ ആഞ്ചലോട്ടി തൻ്റെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. പുതിയ ഒരു ട്രെയിനിങ് സെൻ്ററാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല എല്ലാവിധ ഫെസിലിറ്റികളും അവിടെയുണ്ട്. പല ടീമുകളും ഈ ട്രെയിനിങ് സെൻറ്റർ നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ നമുക്കാണ് ആ ഒരു ട്രെയിനിങ് സെൻറ്റർ ലഭിച്ചത്. അതിന് ഞാൻ റെഡ് ബുള്ളിനോട് നന്ദി പറയുന്നു. വളരെയധികം പ്രൈവസിയുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വേൾഡ് കപ്പിന് വേണ്ടി ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും. അതിലേക്കുള്ള ദൂരം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് അമേരിക്കയിലെ ബ്രസീലിൻ്റെ ഹോട്ടലും അതുപോലെ തന്നെ ട്രെയിനിങ് സെൻറ്ററും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഉള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ ബ്രസീലിന് ലഭ്യമാവുക. ഇനിയിപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ മുന്നിലുള്ളത് ആ ഒരു വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഫ്രാൻസിനെയും ക്രൊയേഷ്യയെയും ബ്രസീലിന് നേരിടാനുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കാർലോ ആഞ്ചലോട്ടി ഈ ഒരു സ്ക്വാഡിനെ കണ്ടെത്തുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.